ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ കോളിഫ്ലവർ കൊണ്ടൊരു നല്ല ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കട്ട് ചെയ്തിടാൻ. എന്നിട്ട് വെള്ളം മാറുന്നതിന് ശേഷം എടുക്കുക. ചേരുവകൾ: ഇഞ്ചി 1 സ്പൂണ്, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, ചെറിയ ഉള്ളി. ഞാനൊരു സ്പെഷ്യലായിട്ട് പനിക്കൂർക്കയില എടുത്തിട്ടുണ്ട്. ചേരുവകൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പെപ്പർ, ഉപ്പ്, ജീരകം, മഞ്ഞൾ, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഓപ്ഷണലാണ്. കുരുമുളക് പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ. നമുക്കിത് തയ്യാറാക്കാം. വൈറ്റ് പെപ്പറാണ്. മുട്ട പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ബാറ്റർ ശരിയായിട്ടുണ്ട്. ഈ കുറുക്കം വേണം. ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ ഇടാം. കുറച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എങ്കിലേ എല്ലാത്തിലും ചേരത്തുള്ളൂ. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചേരുവയുടെ പകുതി വീതം ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ബാക്കി പകുതി വഴറ്റിയിട്ട് നമുക്ക് ഗ്രേവിക്ക് എടുക്കാം. നന്നായി പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ എണ്ണ എല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കോഴി വറക്കാം. ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കോളിഫ്ലവർ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തിളപ്പിക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകിടാം. നമ്മുടെ കോളിഫ്ലവർ മസാല കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കരിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റോസ്റ്റഡ് ഗോബി മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം.